രാജ്യാന്തര സമ്മർദ്ദം കൊണ്ട് നിങ്ങളിതിന് തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ സമ്മർദ്ദമുണ്ട്, പ്രഷറുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ അമേരിക്കയ്ക്ക് സെപ്റ്റംബർ 11 തീയതിയുണ്ട്, അറിയായിരിക്കുമല്ലോ. അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ, അവരുടെ തീവ്രവാദത്തിൻ്റെ രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പറയുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ അമേരിക്കയുടെ രക്തസാക്ഷി ദിനമാണ് സെപ്റ്റംബർ 11. അതുപോലെ നമുക്കുള്ള ദിവസമാണ് നവംബർ 26 എന്ന് പറയുന്നത്. ഈ നവംബർ 26 നമുക്കുണ്ടായപ്പോൾ നമ്മൾ തിരിച്ചടിക്കരുത്. നമ്മുടെ 165 പൗരന്മാർ കൊല്ലപ്പെട്ട ഈ ഒരു രാജ്യം മൊത്തവും വിലപിച്ച ഈ ഒരു സംഭവത്തിന് നമ്മൾ തിരിച്ചടിക്കരുതെന്ന് പറയാൻ അമേരിക്കക്കാരന് ആരാണ്? അപ്പോൾ അത് കേട്ട് നിന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇവിടെ വന്നിരുന്ന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പറയുന്നത് ട്രംപ് അല്ലേ മധ്യസ്ഥത വഹിക്കാൻ വന്നത്, ട്രംപ് പറഞ്ഞിട്ടല്ലേ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് എന്നൊക്കെ പറഞ്ഞു. ഒരു ഓപ്പറേഷൻ പോലും ഇവർക്ക് പറയാനില്ലല്ലോ തിരിച്ച്. ഓപ്പറേഷന്റെ പറയാൻ പറ്റും. കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ എല്ലാ സമയത്തും നടക്കാറുണ്ട്. നടത്തേണ്ട സമയത്ത് നടത്തണം. ചില തിരിച്ചടികൾ അന്ന് കൊടുത്തിരുന്നെങ്കിൽ അല്ല, മൻമോഹൻ സിംഗിന്റെ അവർ പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 8ഓളം സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ടെന്ന്. ശരിയാണ്, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നടത്താറുണ്ട്. ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരുണ്ടല്ലോ, അവരെ അടിക്കുന്ന സർജിക്കൽ സ്ട്രൈക്കുകാരുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് പൗരന്മാരെ കൊല്ലുന്ന ഒരു ഇതാണ്. കാശ്മീരിൽ ഈ കാശ്മീർ വഴിയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, 26 പേർ എടുത്താണ് നമ്മൾ തിരിച്ചൊരു അറ്റാക്ക് എന്ന് പറയാം, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. 26 പൗരന്മാർ 26 പേരുടെ ജീവന് വിലയുണ്ട് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ അന്നത് ചെയ്തത്.